ചാരാണ് നമ്മളിപ്പോ എത്തിപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് ഒളിച്ചിരുന്ന ഗുഹേന്റെ മുന്നിലാണ്. പണ്ട് റസൂൽ ശത്രുക്കൾക്ക് വേണ്ടി ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്ന ഗുഹേന്റെ അടുത്തെത്താൻ ഏകദേശം 100 മീറ്റർ അകലെയാണ് കാണുന്നത്. ആ കാണുന്ന മലയുടെ അടുത്താണ് റസൂൽ ഒളിച്ചിരുന്നത്. നമ്മൾ വാഹനം ഏകദേശം അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുന്നിൽ ഒരുപാട് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന മലയാണ് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒളിച്ചിരുന്ന സ്ഥലം. അവിടെ നമ്മളെ കാത്തൊരു പോലീസ് വണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം മലകളായിരുന്നു പറയപ്പെട്ടിരുന്നു. ഇന്നെല്ലാം വികസനം കൂടിയ റോഡുകൾ, ബിൽഡിങ്ങുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അവിടെ അവശേഷിക്കുന്ന ചെറിയൊരു മലകൾ മാത്രം ഓർമ്മയ്ക്ക് വേണ്ടി. ഈ മല ഒരു അറിയപ്പെടുന്ന ഒരു ചരിത്രമാണ്. ഖുർആൻ ചരിത്രം എഴുതിപ്പെട്ട മലകളാണ്. ഇന്ന് ഈ മലകളെല്ലാം പൊളിക്കപ്പെടുകയാണ്. ഈ ഗുഹന്റെ പേരെന്താണ്? ഈ മലയ്ക്ക് ഒരു പേരിട്ടുണ്ട്. ഇറാൻ ഗുഹ എന്നാണ് പേര് അറിയപ്പെടുന്നത്. ഇറാൻ ഗുഹ എന്നറിയപ്പെടുന്ന ഗുഹയ്ക്ക് വേണ്ടി ഒരുപാട് ജനങ്ങൾ കാണാനും കേൾക്കാനും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരുപാട് പേര് എത്തിപ്പെടാൻ കഴിയുന്നില്ല. എങ്കിലും നമ്മൾ ഭാഗ്യവരാണ്. ഈ കാണുന്ന സ്ഥലമാണ് റസൂൽ വിളിച്ചിരുന്ന സ്ഥലം. ഇതൊരു പെട്രോൾ പമ്പാണ്. ഇവിടെ ഡീസൽ പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജനങ്ങളത് സ്ലോക്കി പോണേ. ആ മുന്നിൽ പോകുന്നത് നമ്മളൊരു ബസ്സാണ്. സ്ലോക്കി പോടും. ഇവിടെ മുറൂറുണ്ട്. ഇല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ഉമ്മത്തികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ കാണുന്നതെല്ലാം അവരാണ്. അവർ വന്ന് യാത്ര ചെയ്ത് വന്ന ബസ്സുകളാണ് ആ നിർത്തിയിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. പോവാ